ഈ യുദ്ധം തുടങ്ങിയത് ഞങ്ങളല്ല, പക്ഷേ ഇത് തീർക്കുന്നത് ഞങ്ങളാവും. ഞങ്ങളുടെ വ്യവസ്ഥകൾക്കനുസരിച്ചാകും തീർക്കുന്നത്. ഇത് പറയുന്നത് US പ്രതിരോധ സെക്രട്ടറിയാണ്. ഒരു കുറ്റബോധവുമില്ലാതെ വിജയം വരെ പോരാടുമെന്ന് പെന്റഗൺ പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തിന്റെ ആകെ നെഞ്ചെടുപ്പ് ഏറുകയാണ്. എണ്ണവില കുതിച്ചുയരുന്നു. സമാധാനം അകലെയായ ഗൾഫ് രാജ്യങ്ങളിലും അനിശ്ചിതാവസ്ഥ തുടരുന്നു. ഇറാനിൽ ജനാധിപത്യ സ്ഥാപനമോ ഭരണകൂട മാറ്റമോ അവരുടെ ലക്ഷ്യമല്ല എന്ന് പറയുമ്പോഴും യുദ്ധം നീളുമെന്ന് തന്നെയാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. ഇറാൻ ആകട്ടെ മേഖലയിൽ ആകെ ആശങ്ക വിതച്ച് ഗൾഫ് രാജ്യങ്ങളെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നു. ഈ യുദ്ധം എവിടെ എത്തിത്തീരുമെന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ മറുപടിയില്ല. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധമുനമ്പിലായി. ഇറാന്റെ ഓരോ നീക്കവും ഗൾഫ് രാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കുന്നു. ലോകത്തിന്റെ സാമ്പത്തിക നാടിമിടിപ്പായ ഗൾഫ് മേഖലയിൽ പുകയുന്ന സംഘർഷം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള പ്രതിസന്ധിയുടെ വിത്താണ് പാകുന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഇറാന്റെ അതിർത്തി പങ്കെടുക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. സംഘർഷം മുറുകിയാൽ ഇറാൻ വീണ്ടും ഈ പാത തടസ്സപ്പെടുത്തിയേക്കാമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ ആഗോള വിപണിയിൽ വീണ്ടും എണ്ണവില കുതിച്ചുയരും. സൗദി അറേബ്യയും UAEയും കുവൈറ്റും അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ഇത് നേരിട്ട് ബാധിക്കും. ഇറാന്റെ നേരിട്ടുള്ള ആക്രമണങ്ങളെക്കാൾ ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഇറാൻ പിന്തുണയുള്ള വിവിധ സായുധ ഗ്രൂപ്പുകളെയാണ്. യമനിലെ ഹൂതികൾ സൗദിയിലെയും UAEയിലെയും എണ്ണ പ്ലാന്റുകൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ മുൻപ് നടത്തിയ ആക്രമണങ്ങൾ ഇപ്പോഴും വലിയൊരു ഭീഷണിയായി തുടരുന്നു. ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കോടിക്കണക്കിന് ഡോളറാണ് ഗൾഫ് രാജ്യങ്ങൾ ചിലവിടുന്നത്. ടൂറിസത്തെയും വിദേശ നിക്ഷേപത്തെയും ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന ഗൾഫ് സമ്പദ് വ്യവസ്ഥയ്ക്ക് മേഖലയിലെ യുദ്ധാന്തരീക്ഷം കനത്ത പ്രഹരമാണ്. ഒരു ചെറിയ മിസൈൽ ആക്രമണം പോലും നിക്ഷേപകരെ പിന്നോട്ടടുപ്പിക്കും. അതുകൊണ്ട് തന്നെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിപ്പിക്കാൻ ഒമാനും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾക്ക് സജീവമായി രംഗത്തുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളും കടുത്ത ആശങ്കയിലാണ്. ഓരോ തവണ മിസൈൽ വാർത്തകൾ വരുമ്പോഴും തങ്ങളുടെ തൊഴിലിനെയും സുരക്ഷിതത്വത്തെയും കുറിച്ച് അവർ വ്യാകുലപ്പെടുന്നു. ഗൾഫിന്റെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ഗർജനം കേൾക്കുമ്പോൾ കേരളത്തിലെ ആയിരക്കണക്കിന് വീടുകളിലും പ്രാർത്ഥനകൾ ഉയരുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശീതയുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് നാടുകളാണ്. മിതത്വം പാലിക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും പശ്ചിമേഷ്യയിലെ ആകാശം ഇപ്പോഴും കരിമേഘങ്ങളാൽ മൂടിക്കിടക്കുക തന്നെയാണ്.